ബഹുമാനപ്പെട്ട സലഫി കുട്ടികളോട് വളരെ താഴ്മയായിട്ട് ഞാൻ പറയും, നിങ്ങളെ നേതാക്കന്മാർ നിങ്ങളെ ചതിച്ചതാണ്. നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളെ ചതിച്ചു. അവരുടെ സ്വകാര്യതയിൽ അവർക്കിതൊക്കെ അറിയും ചെയ്യും. അവരുടെ സ്വകാര്യതയിൽ അവർക്കിത് അറിയും. ഞങ്ങൾക്ക് അബദ്ധം പിണഞ്ഞിട്ടുണ്ട്, അവർക്കറിയും. പക്ഷേ അബദ്ധം പിണഞ്ഞൊന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ ആ സംഘടനക്ക് നിലനിൽക്കാൻ കഴിയില്ല. ഒക്കെ അബദ്ധം പോയ പിന്നെ ആ സംഘടന പിരിച്ചുണ്ട്. റഹ്മത്തിൻ്റെ വാതിൽ മുഹമ്മദ് നബിയാണ്. അള്ളാഹുവിൽ നിന്ന് റഹ്മത്ത് ഇറങ്ങിയിട്ടുള്ളത് മുഹമ്മദ് നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ്, ഇത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. ഇതിന് കാരണക്കാരൻ മുഹമ്മദ് നബിയാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലിൽ ആലമീൻ, സർവ്വലോകത്തിനും. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിൽ ഇറങ്ങാൻ കാരണം മുഹമ്മദ് നബിയാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പൽ മുങ്ങാതിരിക്കാൻ കാരണം മുഹമ്മദ് നബിയാണ്. എന്തുകൊണ്ട്? ആ കപ്പൽ തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. റഹ്മത്തിൻ്റെ വാതിൽ മുഹമ്മദ് നബിയാണ്. ലിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിക്ക് ശേഷമുള്ള ലോകത്തിന് മുഹമ്മദ് നബി അനുഗ്രഹം എന്നല്ല, ലിൽ ആലമീൻ. സലഫൻ വ ഖലഫൻ, മാദിയൻ വ ബാഖിയൻ, പണ്ടുള്ളതും പിന്നുള്ളതും. അള്ളാഹു ഈ ലോകത്തെന്ത് ഉലുവിയൻ വ സുഫ്ലിയൻ, മുകളിലുള്ളതും താഴെയുള്ളതും എല്ലാം അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. അതിന് കാരണക്കാരൻ മുഹമ്മദ് നബിയാണ്. കാരണം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലുണ്ടാക്കാൻ കാരണം മുഹമ്മദ് നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കപ്പലിൽ അവർ രക്ഷപ്പെടാൻ കാരണം മുഹമ്മദ് നബിയാണ്. സആവി ഇലാ ജബലിൻ യഅസിമുനി മിനൽ മാ, ഞാൻ ബാപ്പ രക്ഷപ്പെട്ടോളാം. ഏതെങ്കിലും സആവി ഇലാ ജബലിൻ യഅസിമുനി മിനൽ മാ, സആവി ഇലാ ജബലിൻ യഅസിമുനി മിനൽ മാ, ഞാൻ തുഴഞ്ഞിട്ട് ഏതെങ്കിലും പർവ്വതത്തിലെത്തിക്കോളാം. കാല, അപ്പോൾ പിതാവ് ദൂരെ നിന്ന് വിളിച്ചു പറഞ്ഞു, ലാ ആസിമൽ യൗമ ഇല്ലാ മിൻ അംരില്ലാ, മോനെ അള്ളാഹിൻ്റെ കൽപ്പന വന്ന ദിവസമാണ്, ഇന്നൊരാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഇല്ലാ മിർ റഹീം, റഹ്മത്ത് തൊട്ടവനല്ലാതെ. റഹ്മത്ത് മുഹമ്മദ് നബിയാണ്. ഇത് തിരിയാത്തത് വഹാബിയുടെ പാപ്പരത്താണ്, എൻ്റെ കുഴപ്പമില്ല. എന്നെ കുറെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഖുർആൻ തിരിയാത്തത് എൻ്റെ കുറ്റമല്ല, നിങ്ങളുറ്റാണ്. നിങ്ങൾ കാര്യത്തിൽ ഞാൻ വലിയ ദുഃഖിതനാണ്. നിങ്ങൾ എന്താ അങ്ങനെ ആയിട്ട്? നിങ്ങളെ കാര്യത്തിൽ ഞാൻ ദുഃഖിതനാണ്. എനിക്ക് നിങ്ങളോട് ദേഷ്യമില്ല, നിങ്ങൾ നന്നാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എടോ, അവിടെയും പറഞ്ഞത് ഇല്ലാ മിർ റഹീം എന്നാണ്. ഇല്ലാ മിർ റഹീം, റഹ്മത്ത് തൊട്ടവനല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല. BC 3000 സിസ്റ്റത്തിലാണ് ഈ സംഭവം. മുത്തനബി വരുന്നത് AD 7-ാം നൂറ്റാണ്ടിലാണ്. അതായത് ഏകദേശം മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 14,000 കൊല്ലങ്ങൾക്ക് മുമ്പ് നൂഹ് നബിയുടെ കപ്പലിൽ രക്ഷപ്പെടാൻ കാരണം മുഹമ്മദ് നബിയല്ല. അതുകൊണ്ടാണ് മൗലിദിൽ തൂഫാനിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് മുഹമ്മദ് നബിയാണെന്ന് മൗലിദിൽ എഴുതിയത്. അത് നിനക്ക് മനസ്സിലാകാത്തത് നിന്റെ തല തിരിഞ്ഞതുകൊണ്ടാണ്, നിന്റെ കുറ്റല്ല. നമ്മളൊക്കെ ചിന്തിക്കണം. അല്ലാഹു നമ്മൾ നന്നാക്കി തരട്ടെ. ഒരു അലിഫിൽ പോലും മൗലിദിലേറെ എഴുതിയിട്ടില്ല, ഒരലിഫിലേറെ എഴുതിയിട്ടില്ല, ഒരലിഫില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇബ്ലീസ് ഇപ്പോൾ ജീവിക്കാൻ കാരണം മുഹമ്മദ് നബിയാണ്. അവനല്ലാതാക്കിക്കൂടായിരുന്നു. ഈ ലോകത്തെ വ്യവസ്ഥ ഇങ്ങനെ കൃത്യമാക്കി കൊണ്ടുപോകുന്നതിന് പിന്നിൽ ഇബ്ലീസ് ഉണ്ട്. ലഅനത്തുല്ലാഹി അലൈഹി. ഇബ്ലീസിന് ബന്ധമില്ലെങ്കിൽ നമുക്ക് സ്വർഗ്ഗമില്ല. നമ്മുടെ സ്ട്രഗിളിൻ്റെ ബേസ്മെൻ്റാണ് നന്മയും തിന്മയും. മനസ്സിലായില്ല? ഇവിടെ നന്മയും നടക്കണം, നന്മക്കുള്ള ചോദന ഉണ്ടാകണം, തിന്മക്കുള്ള ചോദന ഉണ്ടാകണം. അത് രണ്ടിൻ്റെയും ഇടയിലുള്ള സ്ട്രഗിളാണ് സത്യത്തിൽ എന്ത്? അള്ളാഹിൻ്റെ പൊരുത്തം. ഇബ്ലീസ് ഇല്ലെങ്കിൽ പിന്നെ ആ സ്ട്രഗിൾ ഉണ്ടാവില്ല. പക്ഷെ അയാൾ ജീവിക്കണം. അയാൾ അല്ലാഹു ഖാല അറഅയ്തുക അദല്ലദി കറംത അലയ്യ ലഇൻ അഖർതനി ഇലാ യൗമിൽ ഖിയാമ. സൂറത്തുൽ ഇസ്രാ. നീ അന്ത്യനാൾ വരെ എനിക്ക് സമയം തരുകയാണെങ്കിൽ, തരുകയാണെങ്കിൽ ഞാൻ ഈ നാട്ടുകാരെ മുഴുവനും നാശമാക്കുമെന്ന് അയാൾ അള്ളാഹുവോട് പറഞ്ഞു. ലഇൻ അഖർതനി ഇലാ യൗമിൽ ഖിയാമ, നീ ഖിയാമത്ത് നാൾ വരെ ജീവിക്കാൻ എനിക്ക് കരുണ കാണിക്കണം. കരുണ ആരാണ്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ.
ഇന്നല്ലാഹ ജമഅ ജമീഅൽ അംബിയാഇ മിനർ റഹ്മത്തി ഫഇന്ന മുഹമ്മദൻ ഐനുർ റഹ്മത്തി. അമ്പിയാക്കളൊക്കെ റഹ്മത്തിൽ നിന്നാണ്. മുഹമ്മദ് നബി റഹ്മത്തിൽ നിന്നല്ല, മുഹമ്മദ് നബി റഹ്മത്താണ്, ഐനുർ റഹ്മ. വമാ അർസൽനാക മിനർ റഹ്മ എന്നല്ല, വമാ അർസൽനാക മിനർ റഹ്മ എന്നല്ല, വമാ അർസൽനാക ഇല്ല റഹ്മ. മനസ്സിലായില്ല? അർസൽനാക മിനർ റഹ്മ എന്നല്ല, വമാ അർസൽനാക ഇല്ല റഹ്മ. കരുണ എന്നുള്ളത് മുഹമ്മദ് നബിയാണ്. ഈ ലോകത്ത് എന്ത് കരുണാണെന്നിട്ടുണ്ടെങ്കിലും അത് മുഹമ്മദ് നബിയാണ്. അത് കാരണം മുഹമ്മദ് നബിയാണ്. അതിൻ്റെ വാതിൽ മുഹമ്മദ് നബിയാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇങ്ങോട്ട് നോക്ക്, ചിന്തിക്കണം. എൻ്റെ ചെരുപ്പിൻ്റെ വാറിൻ്റെ കാരണക്കാരൻ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൻ്റെ കാരണക്കാരൻ മുഹമ്മദ് നബിയാണ്. ഇതൊക്കെ കാരണക്കാരൻ മുഹമ്മദ് നബിയാണ്. ഇത് കാരണക്കാരൻ മുഹമ്മദ് നബിയാണ്. എല്ലാം മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു. ഉറക്കെ പറ. പുണ്യ മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. നോക്ക് അവിടെ പറഞ്ഞ വർത്തമാനം നിങ്ങൾ നോക്ക്. ചിന്തിക്ക്. കുറ്റവാളിയെ അല്ലാഹു തആല തിരിച്ചെടുക്കുന്നതിൻ്റെ പിന്നിൽ എന്താ തിരിച്ചെടുക്കുമ്പോൾ അല്ലാഹു പറഞ്ഞത്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നുതു മിർ റഹ്മത്തില്ലാഹ്. സ്വന്തം നഫ്സിനോട് അതിക്രമം ചെയ്ത് അതിരുവിട്ടു പോയവരെ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ റഹ്മത്തിനെ തൊട്ട് ആശമുറിയേണ്ട. റഹ്മത്താര വമാ അർസൽനാക ഇല്ല റഹ്മത്തല്ലിൽ ആലമീൻ. ദമ്മാൻ്റെ കലാമാണ്. ഇത് മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട സലഫി കുട്ടികളോട് വളരെ താഴ്മയായിട്ട് ഞാൻ പറയും, നിങ്ങളെ നേതാക്കന്മാർ നിങ്ങളെ ചതിച്ചതാണ്. നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളെ ചതിച്ചു. അവരുടെ സ്വകാര്യതയിൽ അവർക്കിതൊക്കെ അറിയുകയും ചെയ്യും. അവരുടെ സ്വകാര്യതയിൽ അവർക്കിത് അറിയും. ഞങ്ങൾക്ക് അബദ്ധം പിണഞ്ഞിട്ടുണ്ട്, അവർക്കറിയും. പക്ഷേ അബദ്ധം പിണഞ്ഞൊന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ ആ സംഘടനക്ക് നിലനിൽക്കാൻ കഴിയില്ല. ഒക്കെ അബദ്ധം പോയ പിന്നെ ആ സംഘടന പിരിച്ചുണ്ട്. ചിന്തിക്ക്. എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇടയിൽ ചില വരികളെങ്കിലും നേരമാണല്ലോ. എല്ലാ വരിയും വളഞ്ഞതാണെങ്കിൽ എങ്ങനെ എഡിറ്റ് ചെയ്യുക? പറ ഒന്നും നടക്കൂല. എഡിറ്റ് ചെയ്യാൻ കഴിഞ്ഞാലും ഒരു ബാക്കിയാണ്. ഇവിടെ എഡിറ്റിംഗ് നടക്കൂല. വളരെ ചിന്തിക്കണം. കുട്ടികളെ, നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് ഞാൻ ഈ പറയുന്ന തഫ്സീർ ആലോചിക്കണം. നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? ആദം നബിയുടെ ജനതയോട് ആദം നബിക്ക് സ്വലാത്ത് ചെല്ലാൻ അല്ലാഹു കൽപ്പിച്ചില്ല. ലം യുഅലം നബിയ്യുൻ അമറല്ലാഹു ലിഉമ്മതിഹി അൻ യുസല്ലി വയുസല്ലിമ അലൈഹി. ലം യുഅറഫ് നബിയ്യുൻ ഖബല മുഹമ്മദ്. ഏതെങ്കിലും ഒരു നബിയോട് നിങ്ങളുടെ നബിയാണ് സ്വലാത്തും സലാമും ചെല്ലണമേ എന്നൊരു കൽപ്പന. ലം യുഅറഫ് നബിയ്യുൻ. 1,23,999 നബിമാർ. 1,24,000 വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് അതാണല്ലോ പ്രധാനപ്പെട്ട അഭിപ്രായം. മൊത്തം നബിമാർ 1,24,000 വന്നു കഴിഞ്ഞാൽ മുത്തുനബിക്ക് മുമ്പാണ് 1,23,999 നബിമാരും. ആ നബിമാരിൽ ലം യുഅറഫ് നബിയ്യുൻ മിനൽ അംബിയാഇ അന്നല്ലാഹ അമറ ഉമ്മതഹു അൻ യുസല്ലി വയുസല്ലിമ അലൈഹി. സല്ലു വസല്ലിമു അലാ നബിയിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മാ അൻസലല്ലാഹു ഫിൽ കുതുബിസ് സബിഖ സുഹുഫൻ വ കിതാബൻ. പണ്ടൊരു കിതാബിലോ പണ്ടൊരു ഏടിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു വചനം ഇറക്കിയിട്ടില്ല. എന്തുകൊണ്ട്? അതൊന്നും ബിദ്അത്ത് മഖ്സൂദല്ല. ഐനുർ റഹ്മത്ത് മുഹമ്മദ് മുസ്തഫയാണ്. ഇന്നല്ലാഹ وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. سبحان الله سبحان. لم يعرف نبي من الأنبياء قبل رسولنا المصطفى أن الله أمر أمته أن تصلوا وتسلموا على نبيكم.
നിങ്ങൾ നിങ്ങളുടെ നബിക്ക് സ്വലാത്തും സലാമും ചെല്ലണമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നബിയുടെ ജനതയോട് കൽപ്പിച്ച ഒരു സംഭവം ലോക ചരിത്രത്തിൽ ഇല്ല. എന്തുകൊണ്ട്? വഹും ഖുലിഖൂ മിനർ റഹ്മ വ അന്ന മുഹമ്മദൻ ലൈസ കഅഹദിൻ മിൻഹും വഹുവ ഐനുർ റഹ്മ. എല്ലാവരും റഹ്മത്തിൽ നിന്ന് പടച്ചു, മുഹമ്മദ് നബി റഹ്മത്തായി പടച്ചു. പെർഫ്യൂംഡ് ബോഡിയും പെർഫ്യൂമും വ്യത്യാസമല്ലേ? നിങ്ങൾ എൻ്റെ കൂടെ അല്ലല്ലോ പഠിച്ചാണ്. പെർഫ്യൂംഡ് ബോഡിയും പെർഫ്യൂമും വ്യത്യാസമല്ലേ? പെർഫ്യൂംഡ് ബോഡിക്ക് എന്താ, പെർഫ്യൂമിൻ്റെ അതിനിങ്ങനെ തേച്ച് ഒരു സമയം കഴിഞ്ഞാൽ പറ പോയി കഴിഞ്ഞ് കുളിച്ചാലെങ്കിലും പോവും. പെർഫ്യൂം എങ്ങനെ കുളിച്ചാൽ പോവോ? കഴിയ പോവും. നിങ്ങൾ എൻ്റെ കൂടെ അല്ലല്ലോ പഠിച്ചോനെ, മനസ്സിലായില്ല? പെർഫ്യൂംഡ് ബോഡിയും പെർഫ്യൂമും തമ്മിൽ വ്യത്യാസം. മറ്റത് റഹ്മത്തിൽ നിന്ന് പടക്കപ്പെട്ടതാ, കരുണയിൽ നിന്ന്. ഇവിടെ കരുണയാണ് തിരുനബി എന്ന് ഞാൻ പറയുന്നത് കൃത്യമാണ്. ഈ പ്രമേയം ഖുർആനാണ്, പ്രമേയം ഖുർആനാണ് പറഞ്ഞത്. ഇത് കരുണയിൽ നിന്നല്ല. ഇതെന്താ പറ, ഇതാണ് എന്ത്? ഇത് കരുണയാണ്. ഇത് കരുണയിൽ നിന്നല്ല. ബാക്കിയുള്ള നബിമാരെല്ലാം ഖുലിഖൂ മിൻ റഹ്മത്തില്ലാഹി വഅമ്മ മുഹമ്മദുൻ ഫഹുവ ഐനുർ റഹ്മ. സുബ്ഹാന ജല്ല വഅല. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. സൃഷ്ടിച്ച എന്തുകൊണ്ടാ? ദോഷികളെ രക്ഷപ്പെടുത്തുന്നുണ്ടാ റഹ്മത്ത്. ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹാ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാനല്ലാഹു ഗഫൂറൻ റഹീമാ. സുബ്ഹാനല്ലാഹ്. ഏതാ സൂറത്ത്? കുട്ടികൾ പറയും ഏതാ സൂറത്ത്? ഏതാ സൂറത്ത്? ഏതാ സൂറത്ത്? ഏതാ സൂറത്ത്? ഫുർഖാൻ. ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹാ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാനല്ലാഹു ഗഫൂറൻ റഹീമാ. പുഷ്പവും നിലനിൽക്കാനുള്ള സംവിധാനം നബി ചെയ്തു എന്ന് മാത്രമല്ല, പുല്ലുണ്ടായത് റഹ്മത്തിൽ നിന്നാണ്, റഹ്മത്ത് മുഹമ്മദ് നബിയാണ്. പുഷ്പമുണ്ടായത് റഹ്മത്തിൽ നിന്നാണ്, റഹ്മത്തിൻ്റെ വാതിൽ മുഹമ്മദ് നബിയാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിബ്നി ആദമല്ല, ലിൽ ആലമീനാണ്. മരം മുളച്ചത് റഹ്മത്തിൽ നിന്നാണ്, റഹ്മത്തിൻ്റെ വാതിൽ മുഹമ്മദ് നബിയാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? കരജീവികൾ ഉണ്ടായത് റഹ്മത്തിൽ നിന്നാണ്, കടൽ ജീവികൾ ഉണ്ടായത് റഹ്മത്തിൽ നിന്നാണ്. റഹ്മത്തിൻ്റെ വാതിൽ മുഹമ്മദ് നബിയാണ്. വമാ അർസൽനാക ഇല്ലാ പറ റഹ്മത്തില്ല. എല്ലാം 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 ആണ് ഇമാം ഗസാലി തങ്ങൾ ഒരു സ്ഥലത്ത് രേഖപ്പെടുത്തിയത്. ഒരു ചെടി മുളക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിസരത്ത് ഒരു മലക്കുണ്ടാകും. എന്തുകൊണ്ട്? ഇത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നാണ്. ചെടിയോ ചെടി ദാക്കിറ. എന്തുകൊണ്ട്? അവ്വലു ദാക്കിറിൽ നിന്നാണ് ഇതിനെ പഠിച്ചത്. എൻ്റെ റഹ്മത്തിലൂടെ അത് വന്നിട്ടുള്ളത്. അവ്വലു ദാക്കിർ മുഹമ്മദാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കെന്തറിയും ജനങ്ങളെ? ഇവർക്കെന്താ പറ്റിയത്? ഇവർക്കൊരു വിവരമില്ല എന്നുള്ള വിവരമില്ല. നമുക്കൊരു വിവരമുണ്ട്, നമുക്ക് വിവരമില്ല. അതന്നെ ഇത് നമ്മളും സുന്നി മുജാഹിദ് തമ്മിൽ ഏറ്റവും വ്യത്യാസമാണ്. വിവരം ആർക്കുമില്ല, പക്ഷെ നമുക്ക് വിവരമില്ല എന്ന് വിവരമുണ്ട്. അവർക്ക് വിവരമില്ല എന്ന് വിവരമില്ല. പിന്നെ നമുക്ക് വിവരമില്ല എന്നുള്ള വിവരമുണ്ട്, അത് അടിസ്ഥാന വിവരം. ആ വിവരത്തോടുകൂടി അള്ളാഹു അല്ലമഹുല്ലാഹു മാലം യഅലം, അറിയാത്ത അള്ളാഹു തആല പറഞ്ഞുതരും. മറ്റേ ജഹല് മുർക്കബാവുക, അറിയില്ല അറിയില്ല എന്നും അറിയില്ല, എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും അറിയില്ല, എനിക്ക് ഒരു വിവരമില്ല. എന്തുകൊണ്ട്? വെറുതെ അള്ളാഹുവിടെ വെക്കൂല. നിനക്ക് തിരിഞ്ഞാലും തിരിഞ്ഞിട്ടില്ലെങ്കിലും അള്ളാഹു സുബ്ഹാനഹു റബ്ബനാ മാ ഖലഖ്ത ഹാദാ പറ ബാതില സുബ്ഹാനക. അവൻ ഒന്നും ചെയ്യൂല, വെറുതെ ചെയ്യൂല. നമ്മൾ
ചിന്തിക്കണം. ഇതൊക്കെ ചോദിക്കുക. നോഹ് നബിൻ്റെ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടത് മുഹമ്മദ് നബിയെ കൊണ്ടാണെന്ന് പറഞ്ഞല്ലോ, അത് തെറ്റല്ലേ? നബി ജനിക്കുന്ന 7-ാം നൂറ്റാണ്ടിലല്ലേ? എന്താണ് മനുഷ്യ നിന്നോട് മറുപടി? മൗനം വിദ്വാന് ഭൂഷണം. മിണ്ടാതിരിക്കുന്ന നല്ലത്, മിണ്ടാതിരിക്കുന്ന നല്ലത്. അവരെ കൂട്ടത്തിൽ കൂടിയാൽ നമ്മളെ ബുദ്ധി പോകും. നോക്കട്ടെ, അവരെ സംസാരിക്കാൻ പോലും പാടില്ല, സംസാരിക്കാൻ പോലും പാടില്ല. ചില കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ നമ്മൾ ഒന്നുമില്ലാതാവും. ആലിമിയാനെ കേരളത്തിൽ കൊണ്ടുവന്നു ശരിയാറ്റ് വിവാദ കാലത്ത്. അങ്ങനെ അദ്ദേഹം കേരളത്തിലൊരു സ്ഥലത്ത് വന്നു. ഒരു വൻ സദസ്സിനെ അഭിമുഖീകരിച്ച് അല്പനേരം പ്രസംഗിച്ചു. ആ കൂട്ടത്തിൽ നിന്നൊരാൾ, ഇന്നും മരിച്ചിട്ടില്ലാത്ത ഒരാൾ, അയാൾ മരിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കല്ല, ഇന്നാൾ ജീവിച്ചിരിപ്പുണ്ട്. ഈ പ്രസംഗം അയാളെങ്കിലും കേൾക്കുമല്ലോ, അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ കൂടി അവരും കേരളത്തിൽ നിന്നുണ്ട്. അതിനിടയിൽ ആലിമിയാനോടൊരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം മറുപടി അറിഞ്ഞില്ല. അദ്ദേഹം വേദിയിൽ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. പിന്നെ ആരോടും മിണ്ടിയില്ല. അവിടെ നിന്ന് എണീറ്റു, ഇങ്ങനെ പുറത്തിറങ്ങി. അപ്പുറത്തൊരു നിസ്കാരപ്പള്ളി ഉണ്ടായിരുന്നു, അവിടെ പോയി കുറച്ച് നേരം തസ്ബീഹല്ലേ. അപ്പോഴത്തേനും കാറ് വന്നു, കോഴിക്കോട്ടേക്ക് തിരിച്ചു വന്നു. ലക്നോ എന്ന് കൊണ്ടുവന്നതാണ്. എന്തിന്? ശരിയായത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി അറിയാൻ. ഒന്നും മിണ്ടിയില്ല. നേരെ വന്നു, കാറ് കയറി തിരിച്ചു പോന്നു കോഴിക്കോട്ടേക്ക്. ലോഡ്ജിൽ വന്നു, സമ്മേളനം കഴിഞ്ഞു, തിരിച്ചുപോയി. മനസ്സിലായില്ല. ഒരു ഇന്റലക്ച്വൽ മീറ്റ് സംഘടിപ്പിച്ചത് ആ ബുദ്ധിമാന്മാർക്ക് വേണ്ടി. എന്തുകൊണ്ട്? അദ്ദേഹത്തിന് മനസ്സിലായി, ഈ ബുദ്ധിമാന്മാരോട് വർത്താനം പറഞ്ഞാൽ എൻ്റെ ഉള്ള ബുദ്ധിയും കൂടെ പറ ഇല്ലാതാവും. മൗനം വിദ്വാന് ഭൂഷണം. ഉണ്ടാതിരിക്കാനല്ലേ, ഉണ്ടാതിരിക്കാനല്ല. ചില ആളുകൾ ചോദിക്കാം, അതിനബി സ്വർഗത്തിൽ നിന്നിറങ്ങാൻ കാരണം മുഹമ്മദ് മുസ്തഫയാണ് നിങ്ങൾ ആദനബി അലൈഹി സ്വലാത്ത് എന്ന് നിങ്ങളെ മൗലിദിലില്ലേ? ഉണ്ടുകൂട്ടി. അതിനബിയെ പടക്കാൻ കാരണം മുഹമ്മദ് നബിയാണ്. ഒക്കെ പറ, പുണ്യ മുഹമ്മദ് മുസ്തഫ. ഹവ്വാ ബീവിയെ പടക്കാൻ കാരണം മുഹമ്മദ് മുസ്തഫയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അഗ്നിമുഖത്ത് നിന്ന് രക്ഷപ്പെടാൻ കാരണം മുഹമ്മദ് മുസ്തഫയാണ്. യൂസഫ് നബി വയാബത്തുൽ ജബ്ബലിൽ നിന്ന് രക്ഷപ്പെട്ടത് കാരണം മുഹമ്മദ് മുസ്തഫയാണ്. മൂസ നബി അലൈഹി സ്വലാം കടൽ വളർത്താൻ കാരണം മുഹമ്മദ് നബിയാ, പുണ്യ മുഹമ്മദ് നബിയാ. യൂനുസ് നബിയെ മത്സ്യം ഒന്നും ചെയ്യാതിരിക്കാൻ കാരണം മുഹമ്മദ് നബിയാ. ഈസ നബി അവർക്ക് കൊല്ലാൻ കിട്ടാതിരിക്കാൻ കാരണം മുഹമ്മദ് നബിയാ, പുണ്യ മുഹമ്മദ് മുസ്തഫ. ഒക്കെ പറ മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? തങ്ങൾക്ക് ശേഷമുള്ള ജനങ്ങൾക്ക് അനുഗ്രഹം എന്നല്ല മനുഷ്യാർത്ഥം. ഞാൻ നിന്റെ മുന്നിൽ എൻ്റെ നെഞ്ചു തുറന്ന് പറയാ, നിങ്ങൾക്ക് അള്ളാന്റെ കലാം. യൂല കുട്ടികളെ, നിങ്ങൾക്കത് അറിയാത്തതുകൊണ്ടാണ്. ഇനി ലോകിന് ശേഷമുള്ള ലോകത്തിന് അനുഗ്രഹം എന്നല്ലല്ലോ അർത്ഥം. എന്താണ് ഈ ആലമീൻ? മാസിവല്ലാ. അള്ളാഹു അല്ലാത്തതിന് മൊത്തം പറയുന്ന പേരാണ് എന്ത്? ആലമീൻ. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ആകാശങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്താണ്. അതിന് കാരണം മുഹമ്മദ് മുസ്തഫയാണ്. ആകാശത്തിന്റെ സൃഷ്ടിപ്പ് മുഹമ്മദീയത്തിന്റെ വാതിലൂടെ വന്നതാണ്. ഭൂമിയുടെ സൃഷ്ടിപ്പ് മുഹമ്മദീയത്തിന്റെ വാതിലൂടെ വന്നതാണ്. നക്ഷത്രങ്ങളുടെ സൃഷ്ടിപ്പ് മുഹമ്മദീയത്തിന്റെ വാതിലൂടെ വന്നതാണ്. ആന്ധ്രമിതയും വലിയ വലിയ മഹാലോകങ്ങളും വിതുരവിരഹികൾ നാം എല്ലാം ചിരവിരഹികളല്ലോ. പാരവും വാനവും ഉരുളുന്നവയും പണ്ടൊരു വിരഹം ചേർത്ത വിഷാദ ചൂടാൽ എന്ന് അയ്യപ്പ പറിക്കർ പറഞ്ഞ എല്ലാ ലോകം നമ്മില്ല. വിരഹികൾ നാം എല്ലാം ചിരവിരഹികളല്ലോ. പാരവും വാനവും ഉരുളുന്നവയും പണ്ടൊരു വിരഹം ചേർത്ത വിഷാദ ചൂടാൽ പറഞ്ഞ ലോകങ്ങളില്ലേ, ആ ലോകങ്ങളൊക്കെ എല്ലാം ഉണ്ടായത് മുഹമ്മദ് മുസ്തഫ. കോടാനക്കോടി നക്ഷത്രങ്ങൾ മുഹമ്മദിയത്തിന്റെ വാതിലൂടെ വന്നതാണ് മുഹമ്മദ് മുസ്തഫ. ഒരു മണൽത്തരി മുഹമ്മദ് നബിയുടെ വാതിലൂടെ വന്നതാണ് മുഹമ്മദ് മുസ്തഫ. ആധുനിക പ്രകൃതിശാസ്ത്രം അനുസരിച്ച് ഒരു മണൽത്തരി രൂപപ്പെടണമെങ്കിൽ 15,000 വർഷമെടുക്കുമത്രേ. മുഹമ്മദ് മുസ്തഫ
ഈ ലോകത്തും ജസദായി പ്രത്യക്ഷപ്പെട്ടിട്ട് 1400 ചില്ലാനും കൊല്ലമായിട്ടുള്ളൂ. ഒരു മണൽത്തരിയായി രൂപപ്പെടണമെങ്കിൽ, പ്രകൃതിയിൽ അതൊരു മണൽത്തരിയായി രൂപപ്പെടണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു വർക്കുണ്ട്. എത്ര? അതിൻ്റെ പിന്നിൽ 15,000 വർഷം വേണമെന്ന്. 15,000 വർഷമല്ല, 15 കോടി വർഷമല്ല, 15 കോടി വർഷവും എല്ലാം മുഹമ്മദ് നബിയാ. ഒക്കെ എല്ലാം മുഹമ്മദ്, എല്ലാം മുഹമ്മദ്, എല്ലാം കഅബയെ മഖ്ബറയാക്കിയ ഖാസിമിയല്ലേ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കളിയാക്കുന്നുണ്ട് കുറച്ചാളുകൾ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒരാൾ എനിക്കൊരു മെസ്സേജ് അയച്ചു. കളിയാക്കിക്കോട്ടെ, കളിയാക്കുന്ന എന്തിനാ? ഞാൻ കേരളക്കാർക്ക് എൻ്റെ തടിയെ കളിയാക്കാൻ വേണ്ടി വിട്ടുവന്നിരിക്കുന്നു. നിങ്ങൾക്ക് എന്നെ കളിയാക്കാൻ വന്നു. ഇതുവരെ കളിയാക്കിയവർക്ക് മാപ്പ്, ഇനി കളിയാക്കാൻ പോകുന്നവർക്ക് അഡ്വാൻസ് മാപ്പ്. മുമ്പ് കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞു, ഇതിനൊക്കെ കാരണക്കാരൻ ആ ഷിഹാബുതങ്ങളാണ്, അയാൾ അറസ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ ഷിഹാബുതങ്ങൾ പറഞ്ഞില്ലേ, കേരളത്തിൻ്റെ ക്രമസമാധാനം നന്നായി തീരാൻ എൻ്റെ അറസ്റ്റിനാണ് കൊണ്ട് കഴിയുമെങ്കിൽ ഞാനിതാ കൈ നീട്ടി കാത്തിരിക്കുകയാണ്, പണക്കാട്ടേക്ക് വന്നോളൂ, അള്ളാഹു അദ്ദേഹത്തിന് ദർജയേറ്റി കൊടുക്കട്ടെ. നിങ്ങൾക്ക് ഞാൻ എൻ്റെ തടി വിട്ടെന്നോ, നിങ്ങൾക്ക് എപ്പോഴും കളിയാക്കാം, ഞങ്ങൾ കളിയാക്കൂല. എന്തുകൊണ്ട്? നീ ഞങ്ങളെ കളിയാക്കുകയാണോ മൂസ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മറുപടി പറഞ്ഞത് അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. സയ്യിദ്നാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഇസ്രായേലിയർ വന്ന് സംസാരിച്ചപ്പോൾ ഇസ്രായേലികൾക്ക് മുന്നിൽ സയ്യിദ്നാ മൂസ ഒരു മറുപടി പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, നീ ഞങ്ങളെ കളിയാക്കുകയാണോ മൂസ? قال أعوذ بالله أن أكون من الجاهلين أعوذ بالله أن أكون من الجاهلين. ജാഹിലീങ്ങളെ പണി ഞാൻ എടുക്കും. കളിയാക്കൽ പറ, കളിയാക്കൽ ജാഹിലീങ്ങളെ പണിയാണ്. ഇങ്ങനെ കളിയാക്കൽ. നിങ്ങൾക്ക് കേരളത്തിൽ കോലം വരച്ച് ചവിട്ടാൻ ഒരു ഷിയയെ കിട്ടാത്തത് കൊണ്ടാണെങ്കിൽ നിങ്ങൾ ഇന്ന് ചവിട്ടിക്കോളൂ. ഇന്നലെയും കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇയാൾ ഷിയയാണ്. എന്ത് പറഞ്ഞു അതിനൊന്നും. പക്ഷെ എൻ്റെ പറയാനുള്ളത് എന്താണെന്നറിയോ, നിങ്ങൾ ഒറ്റയ്ക്കിരുന്നിട്ട് ഞാൻ ഈ പറയുന്നത് ആലോചിച്ചാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ പത്മവ്യൂഹം ഞങ്ങൾ ഭേദിക്കും. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ അന്ത്യം അടുത്തു കഴിഞ്ഞിരിക്കും. നിങ്ങളുടെ പ്രസ്ഥാനത്തിൽ നിന്ന് ബുദ്ധിവാക്കിയുള്ളവർ സുന്നത്തിമായത്തിലേക്ക് മടങ്ങിയിരിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് നിങ്ങൾക്ക് പിടിച്ചിക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ പരിഹാരം എന്താണ്? ഖാസിമി ഷിയാന്ന് പറയാം. എടോ, ആദം നബി ഇറങ്ങിയിട്ട് കുറച്ച് കൊല്ലമായിട്ടുള്ളൂ. സയ്യിദ്നാ ആദം കോടാനക്കോടി വർഷമായിട്ടുണ്ട്. സൂര്യൻ ഭ്രമണപഥത്തിലുണ്ട്. അതിന് കാരണക്കാരൻ മുഹമ്മദ് നബിയാണ്. പുണ്യ മുഹമ്മദ് മുസ്തഫ. ഭൂമിയേക്കാൾ 3 ലക്ഷം ഇരട്ടി വലിപ്പമാണ് സൂര്യന്. അത്ര വലിപ്പമുണ്ടാകാൻ കാരണം മുഹമ്മദ് നബിയാണ്. ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ ദൂരെയാണ് സൂര്യൻ. അത് 15 കോടി കിലോമീറ്റർ ആകാൻ കാരണം മുഹമ്മദ് നബിയ. ഇല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് ചൂട് കൂടും. ആ പൊസിഷനിൽ അത് നിർത്തിയത് മുഹമ്മദ് നബി കാരണം. എന്തുകൊണ്ട്? സകലത്തിനും 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 സകലം സകലം സകലത്തിനും അവക്കൊക്കെ എന്താ പണി? അവയ്ക്കൊക്കെ എന്താ പണി? അവർക്കൊക്കെ എന്താ പണി? അവർക്കൊക്കെ എന്താ പണി? ആകാശത്തിന്റെ പണി എന്താ? അസ്സലാത്തു അലാ റസൂലില്ലാ. ഭൂമിക്ക് പണി എന്താ? അസ്സലാത്തു അലാ റസൂലില്ലാ. നക്ഷത്രങ്ങൾക്ക് പണി എന്താ? അസ്സലാത്തു അലാ റസൂലില്ലാ. ജീവികൾക്ക് പണി എന്താ? അസ്സലാത്തു അലാ റസൂലില്ലാ. മത്സ്യങ്ങൾക്ക് പണി എന്താ? അസ്സലാത്തു അലാ റസൂലില്ലാ. വീടിന് പോലും പണിയണ്ട. അസ്സലാത്തു അലാ റസൂലില്ലാ. നിങ്ങൾ എന്ത് വിടുവായിട്ടാണ് മുസ്ലിയാരെ ഈ പറയുന്നത്? തെളിവ് പറയാം. അടങ്ങിയിരിക്ക്. ഇന്നല്ലാഹ വമലായികതുഹു വാഹിലസ് സമാഇ വാഹിലൽ അർദി ഹത്തൻ നംലതി ഫിൽ ജുഹരി വഹത്തൽ ഹൈതാനി ഫിൽ ബഹരി ലയുസല്ലൂന
അലാ മുഅല്ലിമിൻ നാസ് അൽ ഖൈർ എന്ന് മുഹമ്മദ് മുസ്തഫ. യുസല്ലൂന അലാ മുഅല്ലിമിൻ നാസി അൽ ഖൈർ എന്ന് മുഹമ്മദ് മുസ്തഫ. ആകാശം അല്ലാഹുവും അല്ലാഹുവിന്റെ മലക്കുകളും പിന്നെ ആകാശത്തുള്ളവരും ഭൂമിയിലുള്ളവരും മാളത്തിലെ ഉറുമ്പും കടലിലെ മത്സ്യവും വരെ ലയുസല്ലൂന സ്വലാത്ത് പറയുന്നുണ്ട് അലാ മുഅല്ലിമിൻ നാസി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളമേൽ അൽ ഖൈറ ഖൈറ് പഠിപ്പിച്ചു കൊടുക്കുന്ന മുഅല്ലിമിന് വരെ സ്വലാത്ത് ഉണ്ടെങ്കിൽ പിന്നെ മുത്തനബിക്ക് ഉണ്ടാവില്ല എന്ന് എവിടുന്നേടെ ഇത് വന്നു. നിങ്ങൾ ഇതിൻ്റെ കൂടെ ഇല്ല. മുഅല്ലിമിനൊരു മുഅല്ലിമുണ്ട്. ഇന്നമാ ബുഇസ്തു മുഅല്ലിമൻ. മുഅല്ലിമ കുടുങ്ങിയിട്ട് മുഅല്ലിമായതാ, ഇത് കുടുങ്ങിയിട്ട് മുഅല്ലിമായതല്ല. ലഖദ് ജാഅക്കും റസൂലുൻ സ്വയം വന്നതാ. ലഖദ് ജഅതുക്കും ബിറസൂലിൻ ഞാൻ ഇതാ ഒരു റസൂലിനെ കൊണ്ടുവന്ന് വന്നിരിക്കുന്നു എന്നല്ല. ലഖദ് ജാഅക്കും റസൂലുൻ ഇതാ ഒരു റസൂൽ വന്നിരിക്കുന്നു എന്നാണ്. മനസ്സിലായില്ല? ലഖദ് ജാഅക്കും റസൂലുൻ ഒരു റസൂൽ ഇതാ വന്നിരിക്കുന്നു എന്നാണ്. ലഖദ് ജഅതുക്കും ബിറസൂലിൻ ഞാൻ റസൂലിനെ കൊണ്ടുവന്ന് വന്നിരിക്കുന്നു എന്നല്ല. ഞാൻ നിങ്ങൾക്ക് റസൂലിനെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മഹത്വം അള്ളാഹ്ക്കാണ്. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. മദ്ഹിൻ്റായത്തോ അതിൻ്റെ മദ്ഹ്. ഇസ്രായേൽ തഅദിയത്തുണ്ട്, പക്ഷേ തൗബയുടെ അവസാനം തഅദിയത്തില്ല. സുബ്ഹാനല്ലദീ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു. ഞാൻ ഒരു റസൂലിനെ ഒരു രാത്രിയുടെ അല്പനേരം കൊണ്ട് മഹാനായ റസൂലിനെ ഞാൻ തൻ്റെ അടിമയെ മുകളിൽ കൊണ്ടുപോയി എല്ലാം കാണിച്ച് എത്തിച്ചവൻ എത്രയെ പരിശുദ്ധൻ. ഒരു സമയത്തിൻ്റെ ഒരു രാത്രി ഇങ്ങോട്ട് നോക്ക് രാത്രിയുടെ സമയത്തിൻ്റെ അല്പനേരം കൊണ്ട് ആകാശലോകങ്ങളും അപ്പുറവും കടന്ന് ലിനുരിയഹുമിനായാത്തിന എല്ലാം കഴിഞ്ഞ് ഭൂമിയിലേക്ക് എത്തിച്ചു കൊടുത്ത റബ്ബ് എത്രയെ പരിശുദ്ധ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. ഇവിടെ ഇങ്ങനെ പറഞ്ഞാലോ എങ്ങനെ? അപ്പോൾ മഹത്വം ആർക്കാണ്? ഫസ്റ്റിൽ മഹത്വം ആർക്കാ? എന്തോരിരുത്താണിത്. അവിടെ മഹത്വം ഒന്നാമത്തെ മഹത്വം ഒരു രാത്രിയുടെ അല്പനേരം കൊണ്ട് റസൂലിനെ അടിമയെ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോയി ഭൂമിയിലേക്ക് തിരിച്ചെത്തിച്ചു കൊടുത്തവൻ എത്ര പരിശുദ്ധൻ. മഹത്വം നമ്പർ ആർക്കാ? സുബ്ഹാനല്ലദീ അള്ളാഹ്ക്ക്. എൻ്റെ ഇവിടെ എങ്ങനെ പറഞ്ഞൂടെ? എങ്ങനെ? നിങ്ങൾക്ക് ഞാൻ റസൂലിനെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് റസൂൽ നിർബന്ധിതനായിരിക്കും. നിങ്ങൾക്ക് ഞാൻ റസൂലിനെ കൊണ്ടുവന്നു തന്നു എന്നല്ല. എന്താ? ലഖദ് ജാഅക്കും റസൂലുൻ ഇതാ ഒരു റസൂൽ വന്നിരിക്കുന്നു. ഇതാ ഒരു റസൂൽ നിങ്ങളുടെ സവിധത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ബിനഫ്സിഹി തയ്യാറാണ് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ മദ്ഹ് തന്നെ മദ്ഹാക്കി. ഇങ്ങനെ പറയാലോ. ലഖദ് ജിഅ്തുക്കും ബിറസൂലിൻ അങ്ങനെ പറയാം. അങ്ങനെയല്ല ആയത്. ലഖദ് ജാഅക്കും റസൂൽ. അതൊറ്റ അക്ഷരം കയറിപ്പോയാൽ അവസ്ഥ മാറും. ചിന്തിക്ക്. എന്താണ് ഈ റസൂലിന്റെ അർത്ഥം? അറിയൂല. എന്താണ് ഈ റസൂലിന്റെ പ്രത്യേകത? അറിയൂല. ഇതുകൊണ്ട് ഈ റസൂലിനെ പഠിച്ച ആളുകൾ മുഴുവനും പഠിക്കാൻ ഇറങ്ങിയവർ പരിഭ്രാന്തരായി. പുണ്യ റസൂലിന്റെ മുന്നിൽ നിന്ന് പാട്ട് പാടുകയാണ് സയ്യിദുന ഹസ്സാൻ. മുത്ത് മുഹമ്മദ് മുസ്തഫ. മുത്ത് മുഹമ്മദ് മുസ്തഫ. ആരാ പാട്ട് പാടുന്നത്? സയ്യിദുന ഹസ്സാൻ. സയ്യിദുന ഹസ്സാൻ. എന്താ പാട്ട്?
وهمته الصغرى أجل من الدهر له راحة لو أن معشار جودها على البر كان البر أندى من البحر. ഞങ്ങളുടെ നബിയുടെ ഉള്ളംകൈ എങ്ങാനും നിങ്ങൾ കണ്ട്, ഞങ്ങളുടെ നബിയുടെ ഉള്ളംകൈ കരയുടെ മേൽ വെച്ചാൽ കര കടലിനേക്കാൾ വലുതാവും. മുന്നിൽ ആരിയ്ക്കുന്നുണ്ട്? മിണ്ടാതിരിക്കുക, ആജാതി വർത്താനം എന്ന് പറഞ്ഞില്ല. പതപസ്സമലായിക്കൻ അപ്പോൾ ചിരിച്ചു. റായിത്തു ജിബിരിൽ അന്യമീനിക് മീക്കായിൽ ആൻഷിമാലിക്. ഇത് നീ പാടിയപ്പോൾ ജിബിരിൽ ഒരു ഭാഗത്തും മീക്കായിൽ ഒരു ഭാഗത്തുണ്ടായിരുന്നു. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. ഞങ്ങളുടെ നബിയുടെ ലഹു റാഹത്തുൻ, ഞങ്ങളുടെ നബിക്കൊരു ഉള്ളംകൈയുണ്ട്. റാഹ മനസ്സിലായില്ല? റാഹത്തിന് നമ്മുടെ അർത്ഥം എന്താ മനസ്സിലായില്ലേ? റാഹത്തിൻ്റെ ഒരു പദം മങ്കൂസിലോ മറ്റോ ഉണ്ടല്ലോ. എവിടെയാണ് ആ പദമുള്ളത്? റാഹത്തിൻ്റെ ഒരു വാക്ക് മങ്കൂസിലുണ്ടല്ലോ. എവിടെയാണത്? ഏതോ ഒരു വരിയിലുണ്ടല്ലോ, മങ്കൂസിൽ ഉണ്ടല്ലോ റാഹത്ത് പദം ഉണ്ടല്ലോ. എവിടെയാണുള്ളത്? റാഹത്തിൻ്റെ പദം ഉണ്ടല്ലോ എവിടെയോ. മങ്കൂസ് ഒരു ബൈത്തിലുണ്ട്. راحة لو أن معشر جودها على البر كان البر أندى من البحر. ഞങ്ങളുടെ റസൂലിൻ്റെ ഉള്ളംകൈയിൽ വെച്ച ധർമ്മം, ആ ധർമ്മത്തിൻ്റെ 10 അതിൻ്റെ ഒരു 10 എടുത്തിട്ട് കരയുടെ മേൽ വെച്ചാൽ കര കടലിനേക്കാൾ വിശാലമാകും. ഞങ്ങളുടെ നബിയുടെ കൈയിൻ്റെ ഉള്ളംകൈയിൻ്റെ ധർമ്മം അതിൻ്റെ ഒരു 10 കരയുടെ മേൽ വെച്ചാൽ ഇതെന്താണ്? അപ്പോൾ ഈ ധർമ്മം എന്ന് തുടങ്ങിയതാ? പടക്കണ മുമ്പ് തുടങ്ങിയതായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ പറയുമോ? ഇത് മൗലൂദല്ല എന്നായി. ഇത് ഹസ്സാൻ ബിൻ സാബിത്ത് ചൊല്ലിയതാ. ഇത് മങ്കൂസ് മൗലാദാന്ന് വിചാരിച്ച് വിമർശിക്കാൻ ഒരുങ്ങേണ്ട സലഫികളെ. ഇതാര് ചൊല്ലിയതാ? ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു മദീനയിലെ മിമ്പറിൽ മക്കറി ചൊല്ലിയതാ. മുന്നിൽ ആരിയ്ക്കുന്നുണ്ട്? മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഈ ബൈത്ത് ഹദീസാണ്. റസൂൽ പറഞ്ഞതും റസൂൽ അംഗീകരിച്ചൊക്കെ ഹദീസാണ്.